എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ദ ടൈം ഐ ഗോട്ട് റീഇൻകാർണേറ്റഡ് ആസ് എ സ്ലൈം അല്ലെങ്കിൽ ടെൻഷുര എന്ന് ജപ്പാനിൽ പറയുന്ന ഒരു അനിമയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ അനിമയുടെ ഒരു ചെറിയൊരു സാരാംശം, കഥ, അതിലെ പ്രധാനപ്പെട്ട അംശങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് നമ്മൾ ആ അനിമയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതൊക്കെ ഞാനിവിടെ ഒന്ന് പറയാം. അതിൻ്റെ ഒരു ചെറിയ കാര്യമായിട്ട്, ഭൂമിയിൽ ഒരു ദിവസം ഒരാളുണ്ടായിരുന്നു. അയാളൊരു വഴിയിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു കൂട്ടുകാരുടെ കൂടെ. അയാളുടെ പേര് സട്ടോമി കെമി എന്നായിരുന്നു. ആ സമയം ഒരാൾ ഒരു കത്തി കൊണ്ടുവന്നിട്ട് അയാളെ കുത്തി. അപ്പോൾ ആ മരണസമയത്ത് അയാൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു. തൻ്റെ ശരീരത്തിൽ പുറത്തേക്ക് വരുന്ന രക്തം വരുന്നത് കണ്ട അയാൾ മനസ്സിൽ വിചാരിച്ചു, അടുത്ത ജന്മമുണ്ടെങ്കിൽ രക്തമില്ലാത്തൊരു ജീവിയാകണം. അതേസമയം അയാൾ ചെവിയിൽ ഒരു ശബ്ദം കേട്ടു, രക്തമില്ലാത്ത ശരീരം നിർമ്മിക്കുന്നു എന്ന് കേട്ടു. പിന്നീട് താൻ സന്യാസി ജീവിതം ആണ് ജീവിച്ചതെന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ സേജ് സ്കിൽ എന്ന് കിട്ടി എന്ന ശബ്ദം മനസ്സിൽ കേട്ടു. അത് കഴിഞ്ഞ് വിചാരിച്ചു, സാധാരണ സന്യാസിയല്ല, വലിയ സന്യാസിയാണ് താൻ എന്ന്. അപ്പോൾ ഗ്രേറ്റ് സേജ് സ്കിൽ എന്ന യുണീക് സ്കില്ല് കിട്ടിയെന്ന് പറഞ്ഞുള്ള ശബ്ദം മനസ്സിൽ കേട്ടു. പിന്നീട് മനസ്സിൽ വിചാരിച്ചു, താനൊരു വെർജിനാണ്, അതുകൊണ്ട് അടുത്ത ലൈഫിൽ എല്ലാ സ്ത്രീകളെയും ഹണ്ട് ചെയ്യണമെന്ന്. അപ്പോൾ ചെവിയിൽ പ്രിഡേറ്റർ എന്ന യുണീക് സ്കിൽ കിട്ടി എന്ന മെസ്സേജ് ചെവിയിൽ കേട്ടു. അങ്ങനെ അയാൾ അവസാന ശ്വാസം വലിച്ചു. അത് കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ താനൊരു സ്ലൈമാണെന്ന് മനസ്സിലായി. ഈ ലോകത്തിൽ പലതരത്തിലുള്ള ജീവികളുണ്ട്. ഉദാഹരണം, ഡീമൺസ്, ഏഞ്ചൽസ്, സ്പിരിറ്റ്സ്, മോൺസ്റ്റേഴ്സ്, ഗോബ്ലിൻസ്, ഓഗേഴ്സ്, ഓനി, ഡ്രയാഡ്സ്, ട്രൂ ഡ്രാഗൺസ്, ഡോൾസ്, എൽഫ്സ്, പിന്നെ നമ്മളുടെ മനുഷ്യൻ. ഇങ്ങനെ പലതരത്തിലുള്ള അമാനുഷിക ശക്തികളുള്ള ജീവികളുള്ള ലോകത്തേക്ക് നമ്മളുടെ കഥാനായകനായിട്ടുള്ള ആള് സ്ലൈമായിട്ട് പുനർജനിക്കുക. ഈ ലോകത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ സ്കില്ലുകളുണ്ട്. നമ്മളിപ്പോൾ കത്തി കൊണ്ടിങ്ങനെ വെട്ടുമ്പോൾ അതൊരു നമ്മളൊരു പ്രവൃത്തിയായിട്ടാണ് അവിടെ റെക്കോർഡാവുന്നത്. അപ്പോൾ നമ്മളത് ദിവസം ചെയ്യുമ്പോൾ നമുക്കൊരു പരിചയം ഉണ്ടാവും. പക്ഷേ ഈ ലോകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നമ്മൾ ആ പ്രവൃത്തി ഒരു സർട്ടൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ പ്രവൃത്തിയിലെ ഒരു സ്കില്ല് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്കില്ല് നമ്മളുടെ ശരീരത്തിലെ സോളിൽ, നമ്മളുടെ ആത്മാവിൽ രേഖപ്പെടുത്തും. അങ്ങനെയുള്ള സ്കില്ലുകൾ എന്ന് പറഞ്ഞാൽ 3 തരമായിട്ട് തിരിക്കാം പ്രധാനപ്പെട്ട. പിന്നെ 4ാമത്തെ ഒരു സ്കില്ലും കൂടി ഉണ്ട്, അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ആദ്യത്തെ സ്കില്ലാണ് കോമൺ സ്കില്ല്. ഈ ലോകത്തിൽ നമ്മളിപ്പോൾ ഒരു കത്തി കൊണ്ട് ഇങ്ങനെ വെട്ടുമ്പോൾ കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അതൊരു സ്കില്ലായിട്ട് വരും. അപ്പോൾ കട്ടിങ് സ്കില്ല്, അത് യു ഗെറ്റ് എ സ്കില്ല് കട്ടിങ് എന്ന് പറഞ്ഞ് കട്ടിങ് സ്കില്ല് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളുടെ തലച്ചോറിൽ ഒരു കോമൺ സ്കില്ലായിട്ടത് നമ്മളുടെ സോളിൽ, ആത്മാവിൽ അത് രജിസ്റ്റർ ആവും. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ സ്കില്ല്, നമ്മളുടെ ശരീരത്തിലുള്ള എനർജി ഉപയോഗിച്ച് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്കില്ലുകളെയാണ് എക്സ്ട്രാ സ്കില്ല് എന്ന് പറഞ്ഞത്. അത് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്കില്ലായിരിക്കും. മാജിക് സെൻസ് എന്ന് പറഞ്ഞൊരു സ്കില്ല് അതുപോലെ ഉള്ള ഒരു എക്സ്ട്രാ സ്കില്ലാണ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി കൂടിയ ലെവലിലുള്ള സ്കില്ലുകളാണ് യുണീക് സ്കില്ല്. യുണീക് സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജീവിക്കും ഒരു യുണീക്കായിട്ടുള്ള സ്കില്ലായിരിക്കും. ഒരു ജീവിക്ക് കിട്ടിയ സ്കില്ല് വേറെ ആളുകൾക്ക് കിട്ടില്ല. യുണീക് സ്കില്ല്, എല്ലാ സ്കില്ലും ഒരെണ്ണം ഉണ്ടാവുള്ളൂ, യുണീക് ആയിട്ടുള്ള സ്കില്ല്. പിന്നെ ഇതിന് മുകളിലൊരു സ്കില്ലും കൂടി ഉണ്ട്, അത് നിങ്ങൾ അനിമയെ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പിന്നെ ഈ ലോകത്ത് മാജിക് ഉണ്ട്, ന്യൂക്ലിയർ മാജിക്. ന്യൂക്ലിയർ ആയിട്ടുള്ള, നമ്മളിവിടെ അറ്റോമിക് ബോംബും ഹിരോഷിമയിലൊക്കെ ഇട്ടതുപോലെ ന്യൂക്ലിയർ ലെവൽ എന്ന് പറഞ്ഞാൽ ഡെത്ത് സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു മാജിക് ഉണ്ട്. അതുപോലത്തെ വളരെ ടെറിഫൈങ് ആയിട്ടുള്ള മാജിക്കുകളുള്ള ലോകമാണിത്. പിന്നെ സ്പിരിറ്റ് മാജിക് ഉണ്ട്. സ്പിരിറ്റ് മാജിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സ്പിരിറ്റ് എന്ന് പറഞ്ഞ ജീവികളുണ്ട്, ഏഞ്ചൽസ്, ഡീമൺസ്, സ്പിരിറ്റ്സ്. ഇതൊക്കെ സ്പിരിച്വൽ ആയിട്ടുള്ള എൻറ്റിറ്റീസുകളാണ്. അതുപോലെ തന്നെ സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള എലമെൻറ്റുകളുണ്ട്. വാട്ടർ ഉണ്ട്, വെള്ളം, ഫയർ ഉണ്ട്, തീ, അത് കഴിഞ്ഞ് എർത്ത് ഉണ്ട്, ഭൂമി, അത് കഴിഞ്ഞ് സ്പേസ് ഉണ്ട്, ആകാശം. അതുപോലെ ഓരോ എലമെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തി ഓരോ സ്പിരിറ്റുകളുണ്ട്. നമുക്ക് ആ സ്പിരിറ്റിന് നമ്മളുടെ എനർജി കൊടുത്തു കഴിയുമ്പോൾ ആ സ്പിരിറ്റ് നമ്മൾ എന്താണോ മാജിക് പെർഫോം ചെയ്യുന്നത് ആ മാജിക് പെർഫോം ചെയ്യും. അതിന് സ്പിരിറ്റ് മാജിക് എന്ന് പറയും.
പിന്നെ ഹോളി മാജിക് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ദൈവത്തിനോട് പ്രാർത്ഥിക്കും, അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഒരു പവർ നമ്മളുടെ കയ്യിലേക്ക് കിട്ടുക. നമുക്ക് നമ്മളൊരു പെർഫോം ചെയ്യുന്ന മാജിക് എന്ന് പറഞ്ഞാൽ ഹോളി മാജിക് എന്ന് പറയും. അത് കഴിഞ്ഞ് ഓരോ സോളിനും ഓരോ പവറുണ്ട്. നമ്മളുടെ ശരീരത്തിൽ എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ആത്മാവിലാണ്. അതിനെ സോൾ പവർ എന്ന് പറയും. പിന്നെ ഈ മാജിക് ടൂൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മാജിക് ടൂളിലൊരു കണ്ടന്റ് അതിലുണ്ടാവും. ഈ ടെൻഷുറ എന്ന് പറഞ്ഞൊരു വേൾഡിൽ മാജിക് ടൂളാണ് എല്ലാത്തിനും ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെ സ്പിരിട്രോൺസുമായിട്ടും ഇൻഫോൺസായിട്ടുണ്ട്. അതിൽ ഇൻഫോൺസ് എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ നമ്മളുടെ ഈ യൂണിവേഴ്സ് എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇൻഫോം പാർട്ടിക്കിൾ കൊണ്ടാണെന്നാണ് ഈ കഥയുടെ തുടക്കത്തിലും അവസാനത്തിലൊക്കെ പറയാൻ പോകുന്നത്. ഇൻഫോംസ് നമ്മളുടെ ബയോളജി ക്ലാസ്സുകളിൽ പറയുന്ന പോലെ സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അല്ലെങ്കിൽ കോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൻ്റെ ഏറ്റവും നിർമ്മിക്കപ്പെടുന്ന അടിസ്ഥാന ഘടകമാണെന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ ലോകത്തിലെ എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇൻഫോം പാർട്ടിക്കിളാണ്. ഇൻഫോം പാർട്ടിക്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇൻഫർമേഷൻ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിനകത്ത് ആ ഒരു പ്രത്യേക ടൈം സ്പേസ് ആയിട്ട് ബന്ധപ്പെടുത്തിയും ആ ജീവി അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ എല്ലാ തരത്തിലുള്ള നോളജും ആ ഇൻഫോം പാർട്ടിക്കിളിൽ അടങ്ങിയിട്ടുണ്ട്. ഇത്രയുമാണ് ഇൻഫോം പാർട്ടിക്കിളെ കുറിച്ച് പറയാനുള്ളത്. സ്പിരിറ്റോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സ്പിരിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ ലോകത്ത് പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ലോകത്ത് നമ്മളിങ്ങനെ കാർഡ് ട്രിക്കും അതുപോലെയുള്ള ട്രിക്കുകളൊക്കെയാണ് ഈ കോയിൻ ട്രിക്കുകളും ഇങ്ങനെ കാണിക്കാൻ പറ്റാതെ ഇങ്ങനെ ലോജിക്കില്ലാത്ത മാജിക്കുകളാണ് നമ്മളുടെ ലോകത്തുള്ളത്. പക്ഷെ ഇവിടുത്തെ എല്ലാ മാജിക്കുകൾക്കും ലോജിക്കുണ്ട്. വെള്ളമായിക്കോട്ടെ, തീ ആയിക്കോട്ടെ, കാറ്റായിക്കോട്ടെ, ഭൂമി ആയിക്കോട്ടെ, ആകാശമായിക്കോട്ടെ, സമയമായിക്കോട്ടെ, ഇടിമിന്നലായിക്കോട്ടെ, ശൂന്യമായിക്കോട്ടെ, ലൈറ്റായിക്കോട്ടെ, ഇരുട്ടായിക്കോട്ടെ, പ്രകാശമായിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള മാജിക്കിനും അതിൻ്റേതായിട്ടുള്ള പവറും കാര്യങ്ങളും അതിനുള്ള ലോജിക്കും തിയറിയും ഒക്കെ ഈ ലോകത്തിലുണ്ട്. ഈ ലോകത്തിലെല്ലാം ഗവൺ ചെയ്യുന്നത് ഒരു ലോ വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാത്തിനും ഒരു പ്രത്യേക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാജിക്കൊക്കെ പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ ഈ നമ്മളുടെ കഥാനായകൻ ജനിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് സെൻട്രൽ വേൾഡ് എന്നാണ് പറയുന്നത്. ഈ സെൻട്രൽ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകമെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സ്റ്റാർ കിങ് ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു ഡ്രാഗൺ ഉണ്ടായിരുന്നു. ആ ഡ്രാഗൺ ട്രൂ ഡ്രാഗൺ ആകുന്നതിന് മുമ്പ് ട്രൂ ഡ്രാഗൺ എന്താണെന്ന് പറയണം. ട്രൂ ഡ്രാഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാഗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാച്ചുറലായിട്ടുള്ള എനർജിയുടെ കണ്ടൻസ് ചെയ്ത് വരുമ്പോൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഡ്രാഗണാണ്. ആ ഡ്രാഗൺസിന് ഒടുക്കത്തെ എനർജി പവറായിരിക്കും. മാജിക്കൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 80 മില്യൺ 100 മില്യൺ അത്രയും ലെവലിലുള്ള റേഞ്ചിലുള്ള ഡ്രാഗൺസിനെയാണ് ട്രൂ ഡ്രാഗൺസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മില്യണിലൊക്കെ ഒരു 4 മില്യൺ 10 മില്യൺ 20 മില്യൺ 29 മില്യൺ മാക്സിമം ഒക്കെ ഉണ്ടാവുള്ളൂ സാധാരണ ഒരു ഈ ലോകത്തെ ജീവിക്കുക. പക്ഷേ ട്രൂ ഡ്രാഗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 80-ന് മുകളിൽ മാജിക്കൽ കൗണ്ട് ഉണ്ടാവും. അതവരൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ സ്റ്റാർ കിങ് ഡ്രാഗൺ വെൽട്ടനാവ എന്ന് പറഞ്ഞൊരു ക്രിയേറ്റർ ഗോഡ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ലോകത്ത്. പക്ഷെ അയാളെക്കുറിച്ച് എല്ലാവരും മറന്നുപോയി. ഈ നിയമങ്ങളും മാജിക്കും സ്പിരിറ്റുകളും ഹോളി സ്പിരിറ്റുകളും ഡീമൺസും ഏഞ്ചൽസും ഒക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അയാളുടെ വില്ല് കൊണ്ടാണ്. അയാളുടെ ഒരു മനസ്സിൻ്റെ അയാളുടെ ആത്മാവാണ് കോപ്പികളാണ് ബാക്കിയെല്ലാം. ഒരു സോൾ എന്ന് പറഞ്ഞാൽ ആ സോള് സമയം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലോകമൊക്കെ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സ്റ്റാർ കിങ് ഡ്രാഗൺ വെൽട്ടനാവ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെയധികം ഇങ്ങനെ ദുഃഖവും കാരണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാനിത്ര ഒറ്റക്കാണല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അയാൾക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അയാളൊരു ലോകങ്ങളൊക്കെ നിർമ്മിച്ചാലോ എന്ന് വിചാരിച്ചാൽ അയാൾ ആദ്യം നിർമ്മിച്ച ലോകമാണ് സെൻട്രൽ വേൾഡ് എന്ന് പറഞ്ഞ ലോകം. സെൻട്രൽ വേൾഡ് ആ പേരിൽ തന്നെയുണ്ട്. ബാക്കിയുള്ള ലോകങ്ങളൊക്കെ അയാൾ ഈ സെൻട്രൽ വേൾഡ് നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചുറ്റും എണ്ണാൻ പറ്റാത്തത്ര ലോകങ്ങൾ നിർമ്മിക്കപ്പെട്ടു. ഇൻഫൈനൈറ്റ് വേൾഡ്സ്. അതിൽ തന്നെ സ്പേസും ടൈമും ഓരോരോ ലോകങ്ങളിൽ നിന്ന് പ്രത്യേക ടൈം ലൈനിൽ പിന്നെ ഈ സെൻട്രൽ വേൾഡിൻ്റെ തന്നെ പലതരത്തിലുള്ള ലോജിക്കും കാര്യങ്ങളും ഒക്കെ അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ആ മാങ്ക ദ ടൈം ഐ ഗോട്ട് റീഇൻകാർണേറ്റഡ് ആസ് എ
സ്ലൈം എന്ന് പറഞ്ഞതിൻ്റെ മാങ്ക നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നെറ്റിൽ അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടെൻഷുറാന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് വായിക്കാൻ കിട്ടും. അല്ലാത്തപ്പോൾ നിങ്ങൾ അനിമേ കാണാൻ നോക്കുക. സീസൺ 1, സീസൺ 2, സീസൺ 3. ഞാനിപ്പോൾ അവസാനം പറഞ്ഞ കാര്യം ഇത്തിരി സ്പോയിലർ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനിനി എംഫസൈസ് ചെയ്ത് പറയുന്നില്ല. സെൻട്രൽ വേൾഡിന് ചുറ്റും സ്പിരിറ്റ് വേൾഡും ഡീമൺ വേൾഡ്, ഡീമൺസ് താമസിക്കുന്ന സമയം, പിന്നെ ആത്മാക്കൾ മരിച്ചു പോകുമ്പോൾ അവർ ചെന്ന് റെസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അതിനെക്കുറിച്ചൊന്നും അനിമയിൽ അധികം ഫോക്കസ് ചെയ്യുന്നില്ല. പിന്നെ സ്പൂക്കി പാലസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതും ഒരു സ്പോയിലർ ആയിട്ടാണ് ഞാൻ പറയാൻ പോണത്. സ്പൂക്കി പാലസ് എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഡിസ്ട്രോയിങ് ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു ഐവരാജ് എന്ന് പറഞ്ഞൊരു ഡ്രാഗൺ ഉണ്ട്. ഒരു വലിയൊരു ഈവിളായിട്ടുള്ള വലിയ പവറൊക്കെ ഉള്ള ഡ്രാഗനാണ്. ഈ ഡ്രാഗനെ സീൽ ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഇങ്ങനെ നമ്മൾ യക്ഷീനെ പാലമരത്തിൽ കൊണ്ടുപോയി തിളക്കുന്നത് പോലെ ഈ ഡ്രാഗനെ കൊണ്ടുപോയി തിളച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് സ്പൂക്കി പാലസ് എന്ന് പറഞ്ഞാൽ. അവിടെ കുറച്ചിങ്ങനെ ഏഞ്ചൽസ് ആയിട്ടുള്ള ഫാൻറ്റംസും അതുപോലുള്ള ജീവികളും ഇൻസെക്ടോയിഡ്സും അതുപോലെ പിന്നെ പലതരത്തിലുള്ള ബീസ്റ്റ് കിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള ജീവികളും അതിന് ചുറ്റുമൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിലേക്ക് ഇയാൾ സ്ലൈം വരികയും അവിടെ ഒരു രാജ്യമുണ്ടാക്കുകയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഡിപ്ലോമസിയും അതുമായിട്ട് ബന്ധപ്പെട്ട കഥകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ദാറ്റ് ടൈം ഐ ഗോട്ട് റീഇൻകാർണേറ്റഡ് ആസ് എ സ്ലൈം. ആ പേര് പറയുന്നത് പോലെ തന്നെ ഞാനൊരു സ്ലൈമായിട്ട് വേറൊരു ലോകത്ത് ജനിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ്. എഴുത്തുകാരൻ തന്നെ താനാണ് ആ ലോകത്തേക്ക് ജനിക്കുകയാണെന്നുള്ള രീതിയിൽ എഴുതുകയാണ്. ഈ കഥയുടെ പല സന്ദർഭത്തിലും ഫ്യൂസ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ അയാൾ സ്വന്തം പേരിൽ തന്നെ ഫ്യൂസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ കഥയുടെ പല ഭാഗത്തും കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ആ അനിമെ കാണുമ്പോൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്യൂസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അയാൾ ഈ അനിമയുടെ എഴുത്തുകാരനാണ്. അയാളുടെ പേര് ഫ്യൂസ് എന്നാണ്. FUSD എന്ന് പറഞ്ഞുള്ള ഫ്യൂസ് എന്ന് പറഞ്ഞുള്ള പേര് നിങ്ങൾ അനിമെ കാണുമ്പോൾ പല സ്ഥലത്തും നിങ്ങൾക്കത് മനസ്സിലാവും ഇയാളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രമാണെന്ന്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നിങ്ങളത് അനിമെ സീസൺ 1, സീസൺ 2, സീസൺ 3 കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എന്നോട് പറയുക. നിങ്ങൾ ജീവിതത്തിൽ കാണുന്ന പല കാര്യങ്ങളും കുറച്ചുകൂടി ഫാൻറ്റസി ആയിട്ട് ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.